സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം തം നമാമി ഹരിംബരം. നാരദ സ്തുതി. ജയതി ജഗതി മായ യസ്യ കായാധികസ്തേ വചനരചനമേകം കേവലം ജാഗലയ്യ ധ്രുവപദം വിയാതു യത്കൃപാദോദ്വോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവതത്തിലെ 7ാം അധ്യായം. ഭഗവാൻ ഉദ്ധവന് നിർദ്ദേശം നൽകുന്ന ഭാഗം. ഓം തത്സത്. അത് അത് ഏകാദശോധ്യായ സപ്തമോധ്യായ ഏകാദശസ്കന്ധ സപ്തമോധ്യായ. ശ്രീഭഗവാനുവാച യഥാർത്ഥമാം മഹാഭാഗ തച്ചികീർഷിതമേവ മേ ബ്രഹ്മാഭാവോ ലോകപാല സർവാസം മേ വികാംക്ഷിന മയാ ഭഗവതേ വാസുദേവായ മയാ നിഷ്പാദിതം യത്ര ദേവകാര്യമശേഷത യഥാർത്ഥമവതി യന്നോഹം അംശേന ബ്രഹ്മണസ്ഥിത. കുലം വൈ ശാപനിർദ്ധം നക്ഷത്യന്യോന വിഗ്രഹാൻ സമുദ്ര സപ്തമേകേത്യ. ഓം ശ്രീകൃഷ്ണായ നമഃ. യേഹ്യേവായം മയാ തിക്തോ ലോകോയം നഷ്ടമംഗള ഭവിഷ്യത്തി ചിരാസാദോ കലീനാഭി നിരാകൃത. നവസ്തവ്യം തയൈവേഹി മയാ ത്യക്തേ മഹീതലേ ജനോ ധമ്മരുചിർഭദ്ര ഭവിഷ്യതി കലൗ യുഗേ. തം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷാ മയ്യാവേശമനസമ്യക് യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭിः നശ്വരം മുഹ്യമാണാം ച വിദ്ധി മായാ മനോമയം. പുംസോ യുക്തസ്യ നാനാത്വ ഭ്രമസ്യ ഗുണദോഷഭാത് കർമ്മവികർമ്മേതി ഗുണദോഷധിയോഭിധാ. തസ്മാത് ഇഷ്ടേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇദം ജഗത് ആത്മനി തത്വവിദഃ ആത്മാനാം മയ്യധീശ്വരാ. ഓം ശ്രീകൃഷ്ണായ നമഃ. ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂതശരീരിണാം ആത്മാനുഭവദുഷ്ടാത്മാ അന്തരായൈർവിഹന്യസേ. ദോഷബുദ്ധ്യോ ഭയാതീതോ നിഷേധാന്ന നിവർത്തതേ ഗുണബുദ്ധ്യാദവിഘ്നം ന കരോതി യദഭഗ. സർവബോധസുഖശാന്തോ ജ്ഞാനവിജ്ഞാനനിശ്ചയാ പശ്യൻ വദാത്മനോവിപദ്യേത വൈ പുനഃ. ഈ ലോകത്തെയെല്ലാം വിട്ട് ഭഗവാനെ തന്നെ ആശ്രയം പ്രാപിക്കണം. ഭഗവാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ. ഈ കാണുന്നതൊക്കെ നശ്വരമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ധവൻ. ശ്രീശുകോവാച ഇത്യാദിഷ്ടോ ഭഗവതാ മഹാഭാഗവതോ നൃപ ഉദ്ധവ പ്रणिपत्याः തത്വജിജ്ഞാസുരച്യുതം. ഉദ്ധവോവാച യോഗേശ യോഗവിന്യാസ യോഗാത്മൻ യോഗസംഭവ നിശ്ചയ മേ പ്രോക്തസ്ത്യാഗസംന്യാസലക്ഷണ. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനാം വിഷയാത്മഭി സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതി മേ സ്മതി. ഓം ശ്രീകൃഷ്ണായ നമഃ. അറിവില്ലാത്ത എന്നെ ജ്ഞാനം നൽകി ഉദ്ധരിക്കൂ എന്ന് ഭഗവാനോട് ഉദ്ധവൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സോഹം മമാഹമിതി മൂഢം അതിർവിഘാട തന്മായയാ വിരജിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യദാഹം സംസാദയാമി ഭഗവന്നുഷാദിവൃത്യം. സത്യസ്യ തേ സ്വദുഷ ആത്മന ആത്മനുന്യം ഭക്താരമീശ വിഭുദേശ്വ വിനാനുപക്ഷേ. സർവേ വിമോഹിതസ്തവ മായയേ മേ ബ്രഹ്മാദേസ്തൻവൃതോപഹിരക്തഭാവാ. തസ്മാത് ഭവന്തമനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരം കുണ്ഠവികുണ്ഠ നിർവിണ്ണധീരഹമു വിജിനാഭിതപ്തോ നാരായണം നരസവം. അല്ലോ നാരായണനായിട്ടുള്ള ഭഗവാനെ, നരന്മാർക്കൊക്കെ സദ്യ സുഹൃത്തായിട്ടുള്ളവനെ അവിടുന്ന് തന്നെ ശരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ വീണ്ടും ആത്മാവ് തന്നെ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്. ശ്രീ ഭഗവാനുവാച യദുവിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് പ്രകാരം.
പ്രായേണ മനുജാലോകേ ലോകതത്വവിചക്ഷണ സമുദ്ധരന്തി ആത്മാനം ആത്മൈനാവാശുഭാഷയാത്. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷത യത് പ്രത്യക്ഷാനുമാനോഭ്യാം സേതോ സമനുദ്ദതേ. പുരുഷത്വേ ച മാം ധീര സംഖ്യയോഗ വിശാരദ അവിസ്തരാം പ്രപഞ്ചന്തി സർവശക്തിഭൃം ഇദം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സാഖ്യയോഗത്തിന്റെ വിശദീകരണമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആത്മാവ് തന്നെയാണ് നമ്മുടെ ഗുരു, ആത്മാവ് ഭഗവാൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഏകദ്വിചതുഷ്പാദോ ബഹുപാദസ്തദാപദ ബഹ്യസന്ധി പുരസൃഷ്ട താസാമേ പൗരുഷീ പ്രിയ. അക്രമാമാർഗയദ്യഥായുക്താഹേതുഭിരീശ്വരം ഗൃഹ്യമാണേ ഗുണൈലിംഗൈരഗ്രാഹ്യ അനുമാനത. അത്രാപ്യുദാഹരന്തി വദിതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യദോരമിത തേജസാ. ഓം ശ്രീകൃഷ്ണായ നമ. അവധൂതം ബിജം കിഞ്ചി ചരന്തമകുതോഭയം കവിം നിരീക്ഷ്യ തരുണം യദു പ്രപ്രച്ഛ ധർമ്മവിത്. യദുരുവാചാം കുതോ ബുദ്ധിരിയം ബ്രഹ്മാനകർത്തു സുവിശാരദ രാമാസാധ്യഭവല്ലോകം വിദ്വാചരതി ബാലവത്. പ്രായോ ധർമാർത്ഥകാമേഷു വിവിത്സായാം ച മാനവാ ഹേതുനൈവ സമീഹന്തെ ആയുധൂയ യശസ്സ്രിയാ. ഓം ശ്രീകൃഷ്ണായ നമ. യദുരാജാവ് രാജ്യമൊന്നും വേണ്ട, അന്തരാത്മാവ് യഥാർത്ഥം അറിയണം എന്ന് പറഞ്ഞിങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു ബ്രാഹ്മണനെ കാണുകയും അവൻ വളരെ സന്തോഷമായിട്ടിരിക്കുകയും ചെയ്തുകൊണ്ട് കാണുന്നപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയും അദ്ദേഹം തൻ്റെ ഗുരുക്കൾ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. ത്വം തു കൽപകവിർദക്ഷ സുഭഗോമൃതഭാഷണ ന കർത്താ നേഹസേ കിഞ്ചിത് ജഡോന്മത്ത പിശാചവത്. ജനേഷു ദേഹ്യമാനേഷു കാമലോഭവദ്വിഘ്നഃ ന തവ ശേക്തിനാ മുക്തോ ഗംഗാം ഭസ്ത ഇവ ദ്വിപാ. ത്വം ഹിന പൃഥിതാം ബ്രഹ്മൻ ആത്മന്യാനന്ദകാരണം ഭൂഹി സ്പർശവിഹീനസ്യ ഭവതി കേവലാത്മനാ. ആ ബ്രാഹ്മണനെ കാണുമ്പോൾ അദ്ദേഹം വളരെ സന്തുഷ്ടനും ആനന്ദത്തിൽ ലയിച്ചിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് ലൗകികമായ ഒരു സൗകര്യങ്ങളും ഇല്ല. എങ്ങനെയാണ് ഇപ്രകാരം ആനന്ദം ലഭിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് മഹാരാജാവ്. അതിന് ഭഗവാൻ പറയുകയാണ്, വിദൂനൈവം മഹാഭാഗ ബ്രഹ്മണ്യേന സുമേധസ പൃഷ്ടസഭാജിതപ്രാഹ പ്രശ്രയാവനദാദ്വിജ. ബ്രാഹ്മണോവാച സന്ധിമേ ഗുരുവോ രാജൻ ബഹവോ ബുദ്ധിവാശ്രിതാ യതോ ബുദ്ധിമുപാദായ മുക്തോടാമിഹതം ശൃണു. പൃഥ്വീ വായുരാകാശ ആകാശമാപോ അഗ്നിചന്ദ്രമാരുവി പ്രബോധോ ജഗരസിന്ധു പദവോ മധുഗജ. ഈ 2 ശ്ലോകങ്ങളിലായിട്ട് 33, 34 ശ്ലോകങ്ങളിലായിട്ട് 24 ഗുരുക്കന്മാരുടെയും പേര് പറയുകയാണ് ബ്രാഹ്മണൻ. ആദ്യം കുറേ പേര് പറഞ്ഞു. പൃഥ്വി, വായു, ആകാശം, ആപം, അഗ്നി, അതായത് പഞ്ചഭൂതങ്ങൾ, ചന്ദ്രമ, രവി, കബോധം, ജാഗരം, അജാഗരം, സിന്ധു, പതംഗം, മധു, കൃത്, ഗജം, ആന. അടുത്ത ശ്ലോകത്തിൽ ഇന്നും കൂടി പേരുകൾ പറയുകയാണ്. മധു, ഹരിണം, അതായത് മാൻ, മീന്, പിങ്കള, അങ്ങനെ കുറേ, കുമാരി, സർപ്പം, ഊർണനാഭി, ഇങ്ങനെ പല 24 പേരും ഈ 2 ശ്ലോകങ്ങളിലായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. മധുഹാഹരിണോ മീന പിങ്കളാകുരോർഭക കുമാരി ശരകൃത് സർപ്പ ഊർണനാഭി സുബേശകൃത്. ഏതേമേ ഗുരുവോ രാജൻ ചതുർവിംശതിരാശ്രിതാ ശിക്ഷാവൃത്തിവിരേഷേഷാം അന്വശിക്ഷമിഹാത്മനാ. യദനുശിക്ഷാമി യഥാവാനാത്മജ തത്തഥാ പുരുഷവ്യാഘ്രാ നിബോധ. ഭൂതൈരാക്രമ്യമാണോപി ധീരോ ദൈവവശാനുഗേ തദ്വിദ്വാന ജലേന്മാർഗ അന്വശിക്ഷം ശിദേവ്രജം വ്രതം. ഓം ശ്രീകൃഷ്ണായ നമഃ. ശശൻ പരാക്ത സംവേഹ പരാക്തൈകാന്ത സംഭവ സാധു ശിക്ഷേദഭൂവൃത്തോ നഗശിഷ്യ പരാത്മതാ. പ്രാണവൃത്തൈവ സന്തുഷ്യേൻ മുനിർനൈവേന്ദ്രിയപ്രിയൈ ജ്ഞാനം യഥാ നശ്യേതാനാം
ശ്രീകൃഷ്ണായ നമ. വിഷയേഷ്വാവിശൻ യോഗി നാനാധർമ്മേഷു സർവദാ ഗുണദോഷവിഭേദാത്മാന വിസജ്ജേത വായുവത്. പാർത്ഥിവേഷ്വിഹ ദേഹേഷു പ്രവിഷ്ട സദ്ഗുണശ്രയ ഗുണേർനയുജ്യതി യോഗി ഗന്ധൈവായുരിവാത്മതൃ. അന്തർഹിതസ്യ സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്ത്യാ വ്യവച്ഛേദ വസംഗമാത്മനോ മുനിർനഹത്താ. വ്യാപ്താ വ്യവച്ഛേദ വസംഗമാത്മാനോ മുനിർനഹത്താ. അങ്ങനെയല്ല ഇത് അന്തർഹിതശ്ചിരജംഗമേഷു. ഓം ശ്രീകൃഷ്ണായ നമഃ. അന്തർഹിതശ്ചിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്താവച്ഛേദ സസംഗമാത്മനോ മുനിർവസത്വം വിതതസ്യ ഭാവേ. തേജോബന്നമയൈർഭാവേർമേകാദേവായുരേരിവേ ന സ്പൃശ്യതേ നവത്തത്വകാലസ്യേഷ്ടേ ഗുണേ പുമാൻ. സ്വച്ഛപതിസ്നിഗ്ധോ മാധുര്യസ്തീർത്ഥപൂർണാം മുനിപുനാത്യഭ്യാം മിത്രമിഷോപസ്പർശകീർത്തനൈ. തേജസ്വേ തപസാ ദീപ്തോ ദുർഗശോദരഭാജന സർവഭക്തോഭിയുക്താത്മാ നാദത്തെ മലമഗ്നിവത്. ക്വചിച്ഛന്ന ക്വചിത് ഭ്രഷ്ട ഉപാസ്യശ്രേണ ഇച്ഛതാം ഭുങ്ക്തേ സർവത്ര ധാതॄണാം ദഹൻ പ്രാഗുത്തരാ ശുഭം. സമായയാ സൃഷ്ടമിദം സദസല്ലക്ഷണം വിഭു പവിത്രയേതേ തത്ര സ്വരൂപഗിരിവൈധസി. വിസർഗാദ്യ ശ്മശാനാന്ത ഭാവാ ദേഹസ്യ നാത്മന ഓരോ ഗുരുക്കന്മാരെയും വർണ്ണിച്ചു കൊടുക്കുകയാണ് ബ്രാഹ്മണൻ ചെറുതായിട്ട്. കാലേന ഹ്യവവേഗേന ഭൂതാനാം പ്രഭവാപ്യയോ നിത്യേന ദൃശ്യേതാം. ഗുണൈ ഗുണാനുവാദത്തെ യഥാ കാല വിമുഞ്ജതി ന തേഷു യുജ്യതേ യോഗി ഗോപതി. ബുദ്ധ്യതേ സ്വേന ഹേദേന വ്യക്തിത്വം ഇവ തദ്ഗതാ ലക്ഷ്യത്തെ സ്ഥൂലമതിഭിരാത്മാ ചാവസ്ഥിതോ ഭവത്. നാദിസ്നേഹപ്രസംഗോ വാ കർത്തവ്യത്വാപി കേനചിത് കുർവൻ വിന്ദേന സന്താപം കപോദൈവ ദീനതി. കബോധകസ്നാരണ്യേ കൃതനീഡോ വനസ്പദോ കബോത്യോ ഭാര്യാ സാധവാസകൃതി സമാ. കബോധോ സ്നേഹഗുണിത ഹൃദയോ ഗൃഹകർമ്മിണോ ദൃഷ്ടിം ദൃഷ്ട്വാഗമാംഗേന ബുദ്ധിം ബുദ്ധ്യാ ഭവന്തതു. ഒരു കബോധത്തിന്റെ കഥ, തന്റെ ഭാര്യയൊക്കെ മരിക്കുന്നതും മറ്റു ആ കബോധം ചെയ്യുന്നതുമൊക്കെ വളരെ വിശദീകരിച്ച് പറയുകയാണ്. ശയ്യാസനാടനസ്ഥാന വാർത്താ ക്രീഡാസനാധികം വിഘ്നീഭൂയ വിശ്രബ്ദോ ചോരുദുർവനരാജിഷു. യം യം വാഞ്ഛതി സാ രാജസപ്പയന്ത്യനുകമ്പിത തം തം സമനയത് കാമം കൃത്യേണാപ്യജിതേന്ദ്രിയാ. കപോധി പ്രഥമം ഗർഭം ഗൃഹ്ണതി കാല ആഗതേ അണ്ഡാനി സുഷവേ നീടേ സ്വപത്യ സന്നിധൗ സതി. ആ പെൺപക്ഷി ആദ്യമായി ഗർഭം ധരിക്കുന്നതും ആദ്യം അതിന് കുഞ്ഞുണ്ടാവാൻ പോകുന്നതും ആ കുഞ്ഞിനെ ഇവർ ശ്രദ്ധിക്കുന്നതും ഒക്കെയാണ് വളരെ വിശദീകരിച്ച് പറയുന്നത്. യേശു കാലേ വ്രജായന്ത ഋഷിതാവയവഹരേ ശക്തിർദുർവിഭാവാഭ്യാവ്യാഭി കോമളാംഗ തനുരുകാ. പ്രജാവപുഷതുപ്രീതോ ദമ്പതി പുത്രവത്സലോ സന്നന്ദം പൂജിതൻ താസാം നിവദോ കളഭാഷിതൈ. താസാം പദത്രേ വദത്തൈ സുസ്പർശൈ പൂജിതൈർമുഗ്ധചേഷ്ടിതൈ പ്രത്യുഗ്ഗമൈ ദീനാനാഭിലയരൂപ. ആ പക്ഷിക്കുഞ്ഞിനെ വിവരിക്കുകയാണ്. സ്നേഹാനുബദ്ധ ഹൃദയാവന്യോന്യം വിഷ്ണുമായയാ വിമോഹിതോ ദീനദിയോ ശിശൂൻ പപുഷുദു പ്രജാ. ഏകദാ ജഗ്മുദുസ്താസാം അന്നാർത്ഥം തൗ കുടുംബിനോ പരിദേക്കാനനേ തസ്മിൻ അക്തിനോ ചേരുസ്ഥിരം. ദൃഷ്ട്വാ താം ദുഃഖഗതസ്യ യദൃച്ഛാദോ വനേശ്വരാ ജഗൃഹേ ജലമാദത്യ ജ്വാലയാത് കബോധശ്ച കബോധീജ പ്രജാപോഷ സദോത്സുകോ ഗതോ പോഷണമാദായ സുനീഡമുപജഗ്മതു. കബോധി സ്വാത്മജാൻവീഷ്യ ബാലകാൻ ജാലസംവൃതാൻ താനഭ്യവധാവത് കോശന്തി കോശദോ സുഖിതാ. സാസകൃത്സ്നേഹഗുണിതാ ദീനചിത്താജയാ സ്വയം
ഓം ശ്രീകൃഷ്ണായ നമഃ. തം ലബ്ധ്വാ ലുബ്ധകാക്രൂര കബോധം ഗൃഹമേദിനം കബോധകാൻ കബോധീം ച സിദ്ധാർത്ഥപ്രയയോ ഗൃഹം ഏവം കുടുംബശാന്താത്മാ ദ്വന്ദ്വാര അല്ലേ അല്ലേ അഹോമേ വായിക്കേണ്ടത് പശ്ചിതാപായ അതല്ലേ അത് വായിക്കേണ്ടത് 68. പെട്ടെന്ന് ഞാൻ അടിയാക്കി അഹോമേ പശ്യതാപായം അല്പപുണ്യസ്യ ദുർമദേ അതൃപ്തസ്യാകൃതത്വസ്യ ഗൃഹസ്ഥേ വർഗികോഹത അനുരൂപാനുകുലാച യസ്യ മേ പരിദേവതാ ശൂന്യേ ഗൃഹേ മാം സത്തം ജിഞ്ജ പുത്രൈസ്വാരി സാധുവി സോഹം ശൂന്യേ ഗൃഹേ ദേനോ വൃതദാരോ വൃതപ്രജാ ജിജീവിഷേ കിമർത്ഥം വാ വിരോധിതജീവിതാ താം തദൈവാവൃതൻ ദിക്മുർ മൃത്യുഗ്രസ്താൻ വിജേഷ്ടതാ സ്വയം ച കൃപണശിച്ചു പശ്യന്നപ്യബുധോപതത് തം ലബ്ധാ ലുബ്ധക്രൂര കബോധം ഗൃഹമേധിനം കബോധീം ച സിദ്ധാർത്ഥപ്രയോ ഗൃഹം ഏവം കുടുംബശാന്താത്മാ ദ്വന്ദ്വാരാമത്പദദ്വിവത് പുത്രൻ കുടുംബം കൃപണ സാനുബന്ധോപസീദതി യപ്രാപ്യ മാനുഷം ലോകം മുക്തിദ്വാരമപാവൃതം ഗൃഹേഷു ഭഗവത്സക്ത സമാരൂഢ അച്യുതം വിഭൂ സക്തം സമാരൂഢ അച്യുതം അങ്ങനെയല്ല. ഓം തത്സദി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ഏകാദശസ്കന്ധേ സപ്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ ഇതൊക്കെ ശ്രീമദ് മഹാഭാഗവത കീർത്തനത്തോടുകൂടി ഇന്നത്തെ ഭാഗവത പാരായണം സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത കിങ്കിണി പദകമല കൃഷ്ണ കുങ്കുമയുഗള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത യതിനവനീതഹര കൃഷ്ണ തരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര തുളസീ ദാമോദര ദേവാ ജയ ജയ ഭാഗവത ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകിലവചന ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീതഗുണ നാരായണ വരഭട്ടതിരീകൃത തുതിവര ശുഭഫലത ദേവാ ജയ ജയ ഭാഗവത ഗാന പ്രിയരേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവമണ്ഡല കേന്ദ്ര പാദസരോജയുക ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിര നാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാഗം ശങ്കരാചാര്യനോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാൻ സമർപ്പിക്കുകയാണ്.
ഓം തത്സത്. ഇദം സത്വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അതിഗ്ദേശകാലവ്യവച്ഛേദനീയം ശ്രീഭക്തിയം വേദ തസ്മൈ നമസ്തേ. മഹായോഗപീഠേ പരിഭ്രാജ